2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ നിന്നും ഇന്ത്യ പുറത്ത്. ഖത്തറിനെതിരെ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ഇന്ത്യൻ സംഘത്തിന്റെ തോൽവി. ദോഹയിലെ ജാസിം ബിൻ ഹമാദ് സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ വിവാദ ഗോളിലൂടെയാണ് ഖത്തർ ഇന്ത്യയെ വീഴ്ത്തിയത്. സുനിൽ ഛേത്രി വിരമിച്ച ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ മത്സരമായിരുന്നു ഇത്. ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ഇന്ത്യക്കെതിരെ 73-ാം മിനിറ്റിലെ വിവാദ ഗോളിലൂടെ ഖത്തർ ഒപ്പം പിടിച്ചു. ഗോൾ ലൈനും കടന്ന് ഔട്ട് പോയ പന്താണ് ഖത്തർ വലക്കുള്ളിൽ എത്തിച്ചത്. ഗോൾ ലൈൻ കടന്ന് ഔട്ട് പോയപ്പോൾ ഖത്തർ താരം മുഹിയാൽദ്ദീൻ അൽ ഹാഷ്മി കാൽ കൊണ്ട് അകത്തേക്ക് തട്ടിയിട്ട ശേഷം ഫ്ലിക്ക് ചെയ്ത് ഐമന് പാസ് ചെയ്യുകയായിരുന്നു. ഐമൻ അത് വലയിലേക്ക് തട്ടിയിടുകയും ചെയ്തു. പിന്നാലെ ഗോളെന്ന് റഫറിയുടെ വിസിലും മുഴങ്ങി. തുടർന്ന് 85-ാം മിനിറ്റിലും ഗോൾ ലക്ഷ്യം കണ്ടതോടെ ഖത്തർ ഇന്ത്യയെ കീഴടക്കി അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. ഛേത്രിക്ക് പകരം ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത്. 37-ാം മിനിറ്റിൽ കരുത്തരായ ഖത്തറിനെ ഞെട്ടിച്ച് ഇന്ത്യ കളിയിൽ മുന്നിലെത്തി. ഇടതുവിങ്ങിൽ നിന്ന് ബ്രാൻഡൻ ഫെർണാണ്ടസ് നൽകിയ പാസ് ലാലിയൻ സുവാല ചാങ്തെ വലയിലെത്തിച്ചു. വിവാദ ഗോളിന് ശേഷം നിശ്ചിത സമയം തീരാൻ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഖത്തറിന്റെ വിജയ ഗോളും വന്നു. അൽ റാബിയാണ് 85-ാം മിനിറ്റ് ഖത്തറിന്റെ നിർണായക ഗോൾ നേടിയത്.